ശരി ഇന്ദ്ര പോട്ടെ. ആ ശരി. അമ്പിളി കുറെ എടുത്തോ. ശരി ശരി. ആഹാ, അല്ല ആരൊക്കെയാ ഇത്? രഘുവിന് അമ്പിളിക്ക് ഇങ്ങോട്ടുള്ള വഴിയൊക്കെ അറിയുവോ? അല്ല, കുടുംബ ബന്ധം മുറിഞ്ഞ വഴി അടയുന്നാണ്. ഹാ, എന്നാലും നിങ്ങൾ വന്നല്ലോ, സന്തോഷം. ആന്റിയെ കണ്ടപ്പോ ഞങ്ങൾക്കും സന്തോഷമായി. ഇവിടം വരെ വന്നിട്ട് സുശീല ആന്റിയെ കാണാൻ പറ്റിയില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കായിരുന്നു. ആന്റിക്ക് ഇപ്പൊ പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ? സീരിയസ് ആയിരുന്നൊക്കെ ഞങ്ങൾ അറിഞ്ഞേ. ആ ശരിയാ, ആശുപത്രി കിടക്കുമ്പോ സീരിയസ് ആയിരുന്നു. എല്ലാം ഭേദമായ ശേഷമാ ICU ഇറക്കിയത്. അതൊരു കണക്കിന് ഭാഗ്യമായി. ICU കിടക്കുമ്പോ ആരും ശല്യം ചെയ്യാൻ വരില്ലല്ലോ. വീട്ടിൽ വന്നപ്പോ തൊട്ട് ഓരോരുത്തരും കയറി ഇറങ്ങുക. അവരോടൊക്കെ വർത്താനം പറഞ്ഞ് നിൽക്കുന്നതിനേക്കാൾ നല്ലത് എങ്ങോട്ടെങ്കിലും ഇറങ്ങി നടക്കുന്നതാ. അതുകൊണ്ട് ഇപ്പം വീട്ടിലൊന്നും ഇരിക്കാറില്ല. അതാ ഞാൻ രാവിലെ തന്നെ ഇറങ്ങി അങ്ങ് പോയത്. അല്ല, നിങ്ങള് എന്നെ കാണാൻ വേണ്ടി തന്നെയാണോ വന്നത്? അല്ല ആന്റി, ഞങ്ങള് വന്നത് ഇന്ദ്രനെയും സത്യനെയും കണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കാനാ. അക്കൂട്ടത്തില് സുശീല ആന്റി ഒന്ന് കാണാലോ എന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ. ഇന്ദ്ര, ബാക്കി കാര്യങ്ങൾ സംസാരിക്കാനോ? എന്ത് ബാക്കി കാര്യം? അത് അമ്മയും അത് ഷോപ്പിന്റെ കാര്യം ആന്റി. കട ഇന്ദ്രൻ തന്നെ വിട്ടുകൊടുക്കാൻ തന്നെ തീരുമാനിച്ചല്ലോ. പകരം ഇന്ദ്രൻ തരാന്ന് പറഞ്ഞ 25 ലക്ഷം എപ്പോ കിട്ടുമെന്ന് അറിയാനാ ഞങ്ങൾ വന്നേ. സുശീല ആന്റിക്ക് ഇപ്പോഴും അമ്പരപ്പ് മാറിയിട്ടില്ല രഘുവേട്ട. നേരത്തെ മക്കള് പറഞ്ഞപ്പോഴും വിശ്വാസമായി കാണില്ല അല്ലേ ആന്റി? എങ്ങനെ വിശ്വസിക്കും? അന്ന് പഞ്ചരത്നത്തിൽ വന്ന് ഷോപ്പ് ഇന്ദ്രന് കൊടുത്ത 50 ലക്ഷം രൂപ തരാന്നല്ലേ ആന്റി പറഞ്ഞത്. അത് ഒറ്റയടിക്ക് 25 ലക്ഷം രൂപ കുറഞ്ഞു എന്നറിയുമ്പോ ആർക്കും വിശ്വസിക്കാൻ ഒരു പ്രയാസമൊക്കെ കാണും. സത്യം വന്ന് സംസാരിച്ചപ്പോ അനുഅമ്മാവനും കൂടുതൽ വിലപേശലിനൊന്നും തയ്യാറായില്ല. അന്ന് ദാസങ്ങൾ മുടക്കി 25 ലക്ഷം അതുമാത്രം ഇന്ദ്രൻ തന്നാ മതി എന്ന് പറയുമായിരുന്നു. അല്ല, ദാസങ്ങൾ മുടക്കിയ കാശ് തിരിച്ചു ചോദിക്കാൻ ആനന്ദം മാഷിനും മക്കൾക്കും എന്താ അവകാശം? അല്ല, അത് ചോദിക്കേണ്ടത് ദാസാറ് തന്നെയല്ലേ? അമ്മേ, ഷോപ്പ് അനുപമയുടെ പേരില്ല. അതെന്തും ചെയ്യാനുള്ള അധികാരം അവൾക്ക് മാത്രമാണ്. അതിനുള്ള സ്വാതന്ത്ര്യം ദാസങ്ങൾ അനുവിന് കൊടുത്തിട്ടുമുണ്ട്. അതെപ്പോഴാണ് അങ്ങനെ ഒരു സ്വാതന്ത്ര്യം ദാസാർ അവൾക്ക് കൊടുത്തേ? ഞാൻ അറിഞ്ഞില്ലല്ലോ. അത് അമ്മ അറിയേണ്ട കാര്യമില്ല. ഷോപ്പിന്റെ കാര്യത്തില് ഏട്ടൻ ദാസങ്കലിനെ സമീപിച്ചപ്പോഴൊക്കെ അങ്കിള് പറഞ്ഞത് അതൊക്കെ അനുപമ തീരുമാനിക്കുന്നത് പോലെ നടക്കുമെന്നാ. ആണോ? എന്നാ ദാസാർ എന്നോട് പറഞ്ഞിരിക്കുന്നത് ആ ഷോപ്പ് ഇന്ദ്രന്റെ പേരിലേക്ക് മാറ്റാൻ 1 രൂപ പോലും ആർക്കും കൊടുക്കേണ്ട കാര്യമില്ലെന്നാ. പകരം എല്ലാ മാസവും ഇന്ദ്രന് അനുപമയ്ക്കും മോനും ഒരു തുക ചെലവിന് കൊടുക്കണം. അല്ല, ദാസാറുമായിട്ട് പുതിയൊരു എഗ്രിമെന്റ് ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞു. അമ്മ എന്തൊക്കെയാ പറയുന്നേ? ഷോപ്പ് അനുവിന്റെ പേരിലല്ലേ? പിന്നെ എങ്ങനെ അമ്മയ്ക്കും ദാസങ്ങളിലും പുതിയ എഗ്രിമെന്റ് ഉണ്ടാക്കാൻ പറ്റും? അതൊന്നും നിലനിൽക്കാൻ പോകുന്നില്ല. അതെ, അനു ഞങ്ങൾക്ക് വാക്ക് തന്നതാ. അവൾ ഒരിക്കലും ആ വാക്ക് തെറ്റിക്കില്ല. അതൊക്കെ നിന്റെ വെറും തോന്നല രഘു. നിനക്ക് 25 ലക്ഷം വാങ്ങി തന്നിട്ട് അനുപമയ്ക്ക് എന്താ ഗുണം? അന്ന് കാശ് മുടക്കിയ ദാസങ്ങള് ഇന്ന് അവളോട് ദാസാറ് മാസം 25,000 കിട്ടുമെന്ന് പറഞ്ഞാ ബുദ്ധിയുള്ളവളാണെങ്കില് അനുപമ അത് വേണ്ടെന്ന് വെക്കോ രഘു? എന്റെ അനിയത്തി അത്രയ്ക്ക് സ്വാർത്ഥബുദ്ധി ഉള്ളവളല്ല ആന്റി. അവള് ഞങ്ങളുടെ അച്ഛനെ സാക്ഷിയാക്കി തന്ന വാക്കാ. അത് തെറ്റിച്ച അവൾക്ക് ഞങ്ങളെ തന്നെ നഷ്ടപ്പെടും. എന്നാ പിന്നെ സമയം കളയാണ്ട് അനിയത്തോട് പോയി ചോദിക്കമ്പളി. അവക്ക് ഏത് നഷ്ടമാ വലുതെന്ന് അപ്പ അറിയാലോ. ഇന്ദ്ര, ഇല്ല, ഇതിലെന്തോ കളി നടന്നിട്ടുണ്ട്.
ദാസങ്ങളെ ഷോപ്പ് തന്നെ ഞങ്ങൾക്ക് തരുന്നതിൽ എതിർപ്പൊന്നുമില്ലെന്ന് ഞങ്ങളോട് ഒരിക്കൽ പറഞ്ഞതാ. ഷോപ്പ് നിനക്ക് തരണമെങ്കിൽ ഇന്ദ്രൻ അത് കൈവിടണ്ടേ രഘു? ഇവൻ അവിടെ നിന്ന് ഇറങ്ങാതെ നിനക്ക് കടയിൽ കയറിയിരുന്ന് കച്ചവടം ചെയ്യാൻ പറ്റില്ലല്ലോ. അതൊന്നും ഒരു കാലത്ത് നടക്കില്ലെന്ന് ദാസാറിന് നന്നായിട്ട് അറിയാം. നടക്കുന്നത് ഒരു കാര്യമേ ഉള്ളൂ, അതിന്റെ എഗ്രിമെന്റാ ഇന്ന് നടന്നത്. ഇനി അതിന്റെ പേരിൽ കാശിനിരക്കാനായിട്ട് ആരും ഇങ്ങോട്ട് വന്നേക്കില്ല, മനസ്സിലായോ? മിണ്ടരുത് നീ. ആരോട് ചോദിച്ചിട്ടാടാ നീ ഇവനും കൂടി 25 ലക്ഷം കൊടുക്കാമെന്ന് സമ്മതിച്ച്? എടാ, അത് നീ ഉണ്ടാക്കിയ കടയാ, നിന്റെ വിയർപ്പും ബുദ്ധിയും അത്. അല്ലാതെ ഈ രഘു ബിസിനസ് ചെയ്ത പോലെ ആയിരുന്നെങ്കിൽ എന്നെ അത് കെട്ടിപ്പൊട്ടി പോയേനെ. എടാ, ആദ്യം സ്വന്തം അധ്വാനത്തിനും കഴിവിലും ഒരു വിശ്വാസം വേണം. ഇനി ആ കടയുടെ പേരിൽ ആർക്കെങ്കിലും 5ന്റെ പൈസ കൊടുത്തെന്ന് ഞാൻ അറിഞ്ഞ ബാക്കി അപ്പ പറയാം. രഘുവേട്ട, നിങ്ങൾ ടെൻഷൻ ആവണ്ട. എന്താ ഉണ്ടായതെന്ന് നമുക്ക് അന്വേഷിക്കാം, എന്നിട്ട് വേണ്ടത് ചെയ്യാം. വേണ്ട രഘുവേട്ട, നമുക്കിതൊന്നും വിധിച്ചിട്ടില്ല. നമുക്ക് പോവാം. എന്നിട്ട് അനുവിനോടും അച്ഛനോടും ചോദിക്കാം, ഇതൊക്കെ അവരും കൂടെ അറിഞ്ഞുകൊണ്ട് തന്നെയാണോന്ന്. രഘുവേട്ട, നമുക്ക് പോവാം. ഇനി ഇവിടെ നിന്ന് നാണം കെടാതെ നമുക്ക് പോവാം. പോട്ടേന്ദ്ര, പോട്ടടാ. രക്ഷപ്പെടാനുള്ള വഴികൾ അടഞ്ഞു പോകുന്ന സഹിക്കാം, പക്ഷെ പ്രതീക്ഷകളെ അപമാനത്തിൽ കുഴിച്ചു മൂടേണ്ടി വരുന്നില്ല ഏറ്റവും വലിയ സങ്കടം. രഘുവേട്ട,